അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ദിക്റിന്റെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും നമ്മൾ ചെയ്യുന്ന ദുആകൾ അതിനൊക്കെ അല്ലാഹു തആല ഒരുപാട് പ്രതിഫലം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിന്റെ 23-ാമത്തെ രാവിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നാളെ 23-ാമത്തെ പകലാണ്. അൽഹംദുലില്ലാഹ്. അതായത് പരിശുദ്ധമായ ദുൽഖഅദ വിട പറയാൻ ഏകദേശം 6-5 ദിവസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് വരികയാണ്. ദുൽഹിജ്ജ മാസം ഈ സമയത്ത് മക്കയിലെ ഹാജിമാർ, അതായത് ഹജ്ജിന് ഈ വർഷം ഹജ്ജിന് പോകുന്ന എല്ലാ ഹാജിമാരും പരിശുദ്ധമായ മക്കയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന, അപ്പോൾ പലരും സിയാറത്തും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും, മദീനയിലുള്ള ആളുകളുണ്ടാകും. അപ്പോൾ അവരൊക്കെ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇനിയുള്ള ദിവസങ്ങളൊക്കെ. അൽഹംദുലില്ലാഹ്. ആ പുണ്യമായ ഹറമുകളിലൊക്കെ പോയി ഹജ്ജ് ചെയ്യുന്ന ഹാജിമാർ അല്ലാഹു തആല അവരൊക്കെ ഏതൊക്കെ സമയത്ത് ദുആരക്കുന്നോ ആ ദുആയിലേക്ക് ഉൾപ്പെടാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. കാരണം അവരൊക്കെ അല്ലാഹുവിൻ്റെ അതിഥികളാണ്, അല്ലാഹുവിൻ്റെ വിളികേട്ടു പോയവരാണ്. റബ്ബേ, ഞങ്ങൾക്കും ആ സൗഭാഗ്യം നീ തരണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് പോവാൻ പറ്റാതെ ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ പോവാൻ ആഗ്രഹിച്ചു, സാധനങ്ങളൊക്കെ പലരൊക്കെ വാങ്ങിച്ചു വെച്ചു, ബാഗുകളൊക്കെ വാങ്ങിച്ചു, പൈസ 1-2 ഗഡുവൊക്കെ അടച്ചിരുന്നു ഈ പ്രൈവറ്റായി പോകുന്ന ചില ആളുകൾ. പക്ഷേ അവർക്കത് പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷവും വരുന്ന വർഷമൊക്കെ അല്ലാഹു തആല അതിനുള്ള സൗഭാഗ്യം അവർക്കും നമുക്കും തന്നനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടാൻ, നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ, പ്രയാസങ്ങൾ മാറാനൊക്കെ 1-2 ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യത്തിനും വേണ്ടി നമുക്ക് ദുആരക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാർക്ക് ഒരു ദിവസം പറഞ്ഞു കൊടുത്തു, സ്വഹാബിമാരെ, എൻ്റെ സഹോദരനായ ഒരു പ്രവാചകൻ പറഞ്ഞ ഒരു ദിക്ർ, ഒരു വാചകം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ വാചകം നിങ്ങൾ എത്ര പ്രാവശ്യം പറയുന്നോ അത്രമാത്രം അല്ലാഹു തആലയ്ക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടാകും. മാത്രമല്ല നമ്മുടെ പാപങ്ങളും അബദ്ധങ്ങളും തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരാനുള്ള ഒരു തൗബയുടെ വചനം കൂടിയാണ് ഇനി പറയുന്നത്. മാത്രമല്ല ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും കിട്ടാൻ ഉപകരിക്കുന്ന ഒരു പുണ്യമായ വാചകം കൂടിയാണത്. ഏതാണത്? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞ പുണ്യമായ ഒരു ദിക്ർ. അതൊരു ദുആയാണ്, അതൊരു ഖുർആൻ ആയത്താണ്, എല്ലാമാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? പറഞ്ഞു. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني
ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അഫ്ളലു ദിക്ർ, ദിക്റിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഈ ദിക്ർ ഒഴിവാക്കിയിട്ട് ഒരു മജ്ലിസുമില്ല. അഫ്ളലു ദിക്ർ, ദിക്റുകളുടെ ഏറ്റവും തലതൊട്ടപ്പനായ ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ് അല്ലേ. സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ദിക്റാണ്, വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ അർശിൽ എഴുതപ്പെട്ടിട്ടുള്ള വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗത്തിന്റെ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അധികരിപ്പിക്കുന്ന ആളുകൾക്ക് ഈ സ്വർഗം കാണാനും സ്വർഗത്തിന്റെ ഉള്ളിൽ കടക്കാനും ഒക്കെ സൗഭാഗ്യമുണ്ടാകും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മരിച്ചവനെ മരിക്കുന്ന സമയത്ത് ഈ ഒരു കലിമ പറഞ്ഞ് മരിപ്പിക്കണേ അല്ലാഹ് എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്ർ ഒന്ന് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഹാജിമാർ ഹജ്ജിനായി പുറപ്പെട്ടു കഴിഞ്ഞു. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമ്മുടെ ഹാജിമാർക്ക് എല്ലാവർക്കും ഖൈറും ബർക്കത്തും കൊടുക്കുമാറാവട്ടെ. നമുക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാനുള്ള ഓർമ്മശക്തി അല്ലാഹു തആല അവർക്ക് കൊടുക്കട്ടെ. അല്ലാഹുവിൻ്റെ ഈ ഭൂമി ലോകത്ത് 15 സ്ഥലങ്ങൾ, ആ 15 സ്ഥലങ്ങളിൽ ദുആക്ക് ഇജാബത്ത് ഉണ്ട്. ആ 15 സ്ഥലവും എവിടെയാണ്? പരിശുദ്ധമായ മക്കയിലാണ്. അപ്പോൾ ആ മക്കയിലേക്കാണ് നമ്മുടെ ഹാജിമാർ പോയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ സ്വീകരിക്കണേ എന്ന് നമ്മളിവിടെ വെച്ച് ദ്വാരക്കുക. അവർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുക. എങ്ങനെയാണ് നമ്മൾ ദ്വാരക്കേണ്ടത്? ആ ഹാജിമാർക്ക് വേണ്ടിയുള്ള ദുആ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കുറച്ചു വട്ടം പറയാം. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ.
اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു اجعل حج حجاجنا حجا مقبولا. അല്ലാഹുവേ, ഹാജിമാർ ഹജ്ജ് ചെയ്യുന്ന ഹാജിമാരുടെ ഹജ്ജ് നീ മഖ്ബൂലായി സ്വീകരിക്കണേ അല്ലാ. വ ഉംറത ഉമ്മാരിനാ ഉംറതം മബ്റൂറാ. ആ ഉംറ ചെയ്യുന്ന ഹാജിമാർ അവരുടെ ഉംറയെ നീ മബ്റൂറായി ഗുണമുള്ളതായി നീ സ്വീകരിക്കണേ അല്ലാ. വസഅയ സഈനാ സഅയം മഷ്കൂറാ. അല്ലാഹുവേ, നീ സഈ ചെയ്യുന്ന ഹാജിമാർ, അല്ലേ, സഈ അത് ഉംറയിൽ അതുപോലെ ഹജ്ജിൽ പെട്ടൊരു അമലാണ്. ആ സഈനെ നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, നന്ദിയുള്ളതായി കബൂലാക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ആ ഹാജിമാർക്ക് അവർ ചെയ്യുന്ന അമലുകൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുന്നു. നമുക്കൊന്ന് ദ്വാരന്നാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജൻ മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ വ സഅയ സഈനാ സഅയം മഷ്കൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജൻ മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ വ സഅയ സഈനാ സഅയം മഷ്കൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ജീവിതത്തിൽ യാത്ര ചെയ്യുന്നതിൽ ഏറ്റവും പുണ്യമുള്ള യാത്ര അത് ഹജ്ജിൻ്റെ യാത്രയാണ്. കാരണം ഹജ്ജിൻ്റെ യാത്രയിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹജ്ജിനായിട്ട് പോകുന്നു. 2, ആ യാത്രയിൽ തന്നെ നമുക്ക് ഉംറ ചെയ്യാൻ പറ്റുന്നു. മൂന്നാമത്തേത്, ഹജ്ജിൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ അത് മദീന സിയാറത്ത് കൂടിയുള്ള യാത്രയാണ്. അപ്പോൾ ഈ 3 മഹത്തായ വലിയ അമലുകൾ ചെയ്യാൻ പറ്റുന്ന യാത്രയാണ് ഓരോ ഹാജിയും ചെയ്യുന്നത്. അല്ലാഹു തആല നമുക്കും ആ സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ആ പരിശുദ്ധമായ കഅബ കാണാനും ആ കഅബയെ നമുക്ക് നമ്മുടെ കൈകൾ കൊണ്ട് ചേർത്ത് പിടിക്കാനും ഹജറുൽ അസ്വദ് ചുംബിക്കാനും അല്ലാഹു തൗഫീക്ക് തരട്ടെ. നമുക്ക് മദീന റൗദ ഷരീഫ് കാണാനും അവിടെ ചെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയാനും റബ്ബ് തൗഫീക്ക് തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടണം. അതിനുവേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്താലോ? ഇൻഷാ അല്ലാഹ്. എങ്ങനെയാ ദുആരക്കേണ്ടത്?
اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. ഇതാണ് അല്ലാഹു വർസുഖ്നാ ഹജ്ജ ബൈത്തിക്കൽ ഹറം. അല്ലാഹുവേ, പുണ്യമായ ആ മക്കയിൽ ചെന്ന് ഹറമിൽ ചെന്ന് ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ, ഞങ്ങൾക്ക് ഉംറ ചെയ്യാൻ തൗഫീക്ക് തരണേ അല്ലാ. അതുമാത്രം പോരാ, ഞങ്ങൾക്ക് മുത്തായ ഹബീബിനെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്കും തരണേ അല്ലാ. ഇത് വല്ലാത്തൊരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാൽ ആ ദുആ. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ, നമ്മൾ അമലുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അല്ലാഹുവേ അത് സ്വീകരിക്കണേ എന്ന് ദുആരക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് അമലുകൾ സ്വീകരിക്കപ്പെടാൻ നമ്മൾ ദുആരക്കേണ്ടത്? അതെങ്ങനെയാണ് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്ന ഒരു ദുആയുണ്ട്. നമുക്കൊന്നിച്ചു പറഞ്ഞാലോ? റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമനാ വസായിറ അഅമാലിനാ യാ റബ്ബൽ ആലമീൻ. ഇതാണ് ആ ദുആ. എങ്ങനെ? അല്ലാഹു എൻ്റെ നിസ്കാരം, എൻ്റെ നോമ്പ്, മറ്റു മുഴുവൻ അമലുകളും നീ സ്വീകരിക്കണേ. ഇതാണ് അതിൻ്റെ അർത്ഥം. ഒന്ന് പറഞ്ഞു. ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين. ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين. ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين. ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين. ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين. ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين. ربنا
ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين الحمد لله അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഓരോ തസ്ബീഹാത്തുകൾക്കും ഓരോ ദിക്റുകൾക്കും ഓരോ സ്വലാത്തുകൾക്കും ഒരുപാട് വ്യത്യസ്തമായ നേട്ടങ്ങളാണ്. അത് മുഴുവനും റബ്ബ് നമുക്ക് തന്ന് നമ്മുടെ മീസാൻ എന്ന തുലാസ് ഭാരം തൂങ്ങുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുആരക്കണം എന്ന് കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ നേരിട്ടുമൊക്കെ കണ്ടു പറയുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അൽഹംദുലില്ലാ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആരക്കുന്നുണ്ട്. നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്നിരുന്ന് ടൈപ്പ് ചെയ്യുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ട്. അവർ കമൻറ്റ് എഴുതാൻ അറിയില്ല ഉസ്താദെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആരെന്നാൽ മതി എന്ന് പറഞ്ഞവരുമുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആരക്കും. നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കടങ്ങൾ മാറാൻ, കച്ചവടത്തിൻ്റെ കാര്യം എല്ലാം പറഞ്ഞ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, അതുപോലെ തന്നെ ബാക്കി മുഅവ്വിദത്തൈനിയൊക്കെ ഓതിയിട്ട് നേരെ ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. أرحم الراحمين ആയ കരുണയുള്ള രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് കുറവുകളും ഞങ്ങൾ പറഞ്ഞതിൽ, ഓതിയതിൽ, ചൊല്ലിയതിൽ ഒരുപാട് കുറവുകളുണ്ട്, ഒരുപാട് അബദ്ധങ്ങളുണ്ട്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്യണേ അല്ലാ. ഇത് ഓതിയ ഉമ്മമാർക്കും ഇത് പറഞ്ഞ വാപ്പമാർക്കും എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും ദുനിയാവിലും നാളെ ആഖിറത്തിലും നൽകണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ, ഒരുപാട് തെറ്റുകൾ, ഒരുപാട് പാപങ്ങൾ, ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുണ്ട്. നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇനിയുള്ള കാലം നിനക്കും നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം പ്രദാനിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഭാര്യ സന്താനങ്ങൾക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാര് പലരും ഖബറിലാണ്, അവർക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഒരുപാട് നാളുകൾ ഞങ്ങളുടെ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുത്ത പലരും ഖബറിലാണ് റബ്ബേ. എല്ലാവർക്കും നീ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാ. മഗ്ഫിറത്തും റഹ്മത്തും അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് ഈമാനും ഇഖ്ലാസും തഖ്വയും നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. അതിന് ഈ സദസ്സുകളെല്ലാം നീ കാരണമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരെല്ലാവരെയും നീ കാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ വാപ്പമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ ആൺമക്കൾ, അല്ലാഹു, അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ കച്ചവടം, ബിസിനസ് എല്ലാം നീ അഭിവൃദ്ധിയിലാക്കണേ അല്ലാ. അവരുടെ തൊഴിൽ, അല്ലാഹു, എല്ലാ വിധത്തിലുള്ള നന്മയിലുമാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ സഹോദരിമാര്, എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഇനി അവരെ നീ വേദനിപ്പിക്കല്ലേ അല്ലാ. ദുനിയാവിൽ ഒരുപാട് വേദനകൾ സഹിച്ചവരാണ്, അവർക്ക് നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സദസ്സ് കാണുന്ന, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന, ഈ ദിക്റിന്റെ മജ്ലിസിൽ, അതുപോലെ ഞങ്ങളുടെ രാവിലെയുള്ള മജ്ലിസിലൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉസ്താദേ ദുആരക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ദുആ വസിയ്യത്തുകൾ എഴുതാറുണ്ട് റബ്ബേ. നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട് അല്ലാ. ആരെല്ലാം ഏതൊക്കെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം കമന്റ് എഴുതിയിട്ടുണ്ടോ, എന്തെല്ലാം ദുആ വസിയ്യത്ത് പറയുന്നുണ്ടോ, എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ദൂരീകരിക്കണേ അല്ലാ. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ്, കടത്തിലാണെന്ന് പറഞ്ഞവരുണ്ട്. കോടിക്കണക്കിന് രൂപ കടമാണ്, ലക്ഷക്കണക്കിന് രൂപ കടമാണ്. ഉസ്താദ് ദുആരക്കണമെന്ന് പറഞ്ഞ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു, അവരുടെ കടങ്ങൾ, ഞങ്ങളുടെ കടങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ വേഗത്തിൽ വീട്ടാനുള്ള വഴി തുറന്നു തരണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ പഠനങ്ങളിൽ ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ റിസൾട്ടുകളൊക്കെ ഇനി വരാനുണ്ട്, പലരുടെയും പരീക്ഷകൾ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഉന്നതമായ വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇന്നത്തെ കാലം മോശമാണ്, കാലഘട്ടം മോശമാണ്. എല്ലാവിധത്തിലുള്ള മയക്കുമരുന്നിന്റെ, മോശത്തരത്തിന്റെ ഉപയോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും ഹജ്ജിനായി ഉംറക്കായി പോയിട്ടുള്ള ഹാജിമാർ, അവരെ നീ കാക്കണേ അല്ലാ. അവരുടെ ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കാനുള്ള ഓർമ്മശക്തി അവർക്ക് നീ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ വീടില്ലാതെ വിഷമിക്കുന്നു, ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നു, എളുപ്പത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ.
വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്ക് റബ്ബേ. അല്ലാഹുവേ ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിന് നീ സമാധാനവും ശാന്തിയും നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ലോക മുസൽമാന് നീ ഇസ്സത്തും അഭിമാനവും നിലനിർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകണേ അല്ലാ. എല്ലാവിധ ഖൈറിലും ബറക്കത്തിലും ഞങ്ങളെ ആക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിന് നീ പരിഹാരം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ ഖൈറിലും ബറക്കത്തിലും ആക്കണേ അല്ലാ. അവരുടെ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്, കോളേജുകൾ തുറക്കുകയാണ്. റബ്ബേ ഞങ്ങളുടെ മക്കൾക്ക് ഉന്നതമായ പഠനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ പേരക്കുട്ടികൾക്ക് അല്ലാഹുവേ പടച്ചവനെ നല്ല നല്ല കോഴ്സുകൾ എടുക്കാനും അതിൽ പാസ്സായി നല്ല ഖൈറായ ഒരു ജീവിതം അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാ കാര്യവും ഞങ്ങൾ തവക്കുലാക്കുകയാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നാളെയും നമ്മുടെ ഈ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.